ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ട്രാവൽ വ്ലോഗുമായിട്ടാണ് കേട്ടോ. നമ്മളുടെ ചെറായി കടപ്പുറം, അതുപോലെ തന്നെ അതിൻ്റെ കടലിലെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് എത്തിക്കാനും മറക്കല്ലേ. അപ്പം നമുക്ക് കൂടുതൽ കാഴ്ചകളും കടലിലെ വിശേഷങ്ങളും അതുപോലെ തന്നെ എല്ലാ കാഴ്ചകളും ഒന്ന് കണ്ടു നോക്കിയാലോ. ഞങ്ങളൊരു 3 മണി ആ സമയത്താണ് കേട്ടോ പോകാനിറങ്ങിയത്. അപ്പോൾ ഒരു ഈവനിങ് ഒക്കെ പോകുന്നതായിരിക്കും നല്ലത്. ചെറായി ആ കടപ്പുറം ആ ഭാഗമൊക്കെ 6 മണിക്കൊക്കെ ശേഷം ഭയങ്കര തിരയായിരിക്കും കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. എന്നാലും നമ്മളുടെ മുഖത്തേക്കൊക്കെ വല്ലാതെ അങ്ങ് തിര അടിക്കുന്ന പോലെ നമുക്ക് തോന്നും. അതിൻ്റെ ആ ഒരു എന്താ പറയുക, നല്ലൊരു ഫീലിംഗ് ആണ്. നല്ല ഇഷ്ടമായി ഞങ്ങൾക്ക് പോയിട്ട്. ഒരുപാട് ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ. ഈ കൊറോണ കാരണം അതുപോലെ തന്നെ കോവിഡിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ കാരണം കുറേ ആൾക്കാരൊക്കെ പുറത്തിറങ്ങാതെ ഇരിക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പം നല്ലൊരു ഈവനിങ് ആയിരുന്നു ഇത്. ഞങ്ങൾ പോയ വഴിക്ക് കണ്ട ഒരു നല്ല രസമുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. അപ്പം ഞാനതൊന്ന് ഷൂട്ട് ചെയ്തതേ ഉള്ളൂ. നല്ല രസമാണ് കാണാനായിട്ട്. രണ്ട് വശങ്ങളും, റോഡിൻ്റെ രണ്ട് വശവും ശരിക്കും ഇതുപോലെ കായലാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് ഫോട്ടോ ഷൂട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഒക്കെ ഉള്ള ഒരുപാട് സ്ഥലങ്ങളാണ് കാണുന്നത്. ഇനി നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ കണ്ടു നോക്കാം. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഒന്ന് സ്പെൻഡ് ചെയ്തു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, അത്രേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് നമ്മൾ എത്തിപ്പെടേണ്ട ആ സ്ഥലത്ത് തന്നെ നമ്മളിപ്പോൾ എത്തിപ്പെട്ടിട്ടുണ്ട്. നല്ല തിരക്കായിരുന്നു കേട്ടോ ഞങ്ങൾ ചെന്ന സമയത്ത് ഒരു 4 മണിയൊക്കെ ആയപ്പോൾ എത്തിയെങ്കിലും അതിന് ശേഷം വീണ്ടും ആൾക്കാർ ഒരുപാട് വന്നു കേട്ടോ. നല്ല രസമാണ്. നല്ല ഭംഗിയുള്ളൊരു അന്തരീക്ഷമായിരുന്നു. അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാഴ്ചകളായിരുന്നു അവിടെ ചെന്നപ്പോൾ കാണാനായിട്ട് സാധിച്ചത്. ഞങ്ങളിതിന് മുന്നേ പോയിട്ടുണ്ട്, എങ്കിലും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നതിൻ്റെ ആ ഒരു കുറച്ച് പോരായ്മകളൊക്കെ കാണും, നിങ്ങളതൊക്കെ ഒന്ന് ക്ഷമിക്കുക. പിന്നെന്താ, ഇതാണ് നമ്മളുടെ ചെറായി കടപ്പുറം. 2-3 സ്ഥലങ്ങളിലായിട്ട് നമുക്ക് ഇറങ്ങി കുളിക്കാനും അതുപോലെ തന്നെ കാഴ്ചകൾ കാണാനും ഒക്കെ സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഭാഗത്ത് ഇപ്പോൾ ആദ്യം ചെല്ലുമ്പോൾ ഫസ്റ്റിലെ കാണുന്ന ഭാഗത്താണ് നിങ്ങളിപ്പോൾ ഈ കാണുന്ന കാഴ്ചകളുള്ളത്. കടലിനെയും തിരകളെയൊക്കെ ഇഷ്ടമില്ലാത്ത ആരും കാണില്ല അല്ലേ. അത് രോഷൻ കൊള്ളുമ്പോൾ നമുക്കത്ര പേടിയാവുമെങ്കിലും എന്നാലും നമുക്ക് അതിനോടൊരു ഭയങ്കര ഇഷ്ടമാണ് കാണുന്നതും കാഴ്ചകൾ കാണുന്നതും. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കടൽ തീരത്ത് താമസിക്കുന്നവരുടെ അവസ്ഥ എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. പക്ഷേ കടലിൽ ആദ്യമായിട്ട് കാണുന്നവരും അതുപോലെ തന്നെ വല്ലപ്പോഴും കാണുന്നവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും കടലിൽ കാണുക എന്നുള്ളതും തിരമാലകൾ കാണുക എന്നുള്ളതും അതിലെ ആ ഒരു എന്താ പറയുക, ഒരു ഭംഗി ആസ്വദിക്കുക എന്നുള്ളതും ഒക്കെ അല്ലേ. അപ്പോൾ അതിലെ കുറച്ച് കാഴ്ചകൾ നമുക്കിനി വിശദമായിട്ട് തന്നെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഈ ബീച്ചിൽ നമുക്ക് ഇറങ്ങി നമുക്ക് ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ മാറാനായിട്ട് ഡ്രസ്സൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുളിക്കാനായിട്ടൊക്കെ സാധിക്കും. അതുപോലെ തന്നെ അവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള സ്ഥലവും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ടൂറൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങി ജസ്റ്റ് ഇങ്ങനെ ഇതുപോലെ ഒന്ന് കടലിൽ തിരമാലകളിലൊക്കെ ഒന്ന് കുളിച്ചിട്ടൊക്കെ വരാനായിട്ട് സാധിക്കും. ഞങ്ങൾ ജസ്റ്റ് ഇതുപോലെ ഫോട്ടോസൊക്കെ ഒന്ന് എടുത്തിട്ടിങ്ങ് പോകുന്നതേ ഉള്ളൂ. ഇതിന് മുന്നം ഇതുപോലത്തെ ഒരു എന്താ പറയുക, ഇതുപോലെ നമുക്ക് കുറച്ച് നല്ല ദൂരെ മാറി നിന്ന് കാണുമ്പോഴത്തേനുമാണ് കുറച്ച് സൗന്ദര്യം കൂടുതലെന്ന് എനിക്ക് തോന്നുന്നു. ചിലർക്കതിൽ കുളിക്കാനായിരിക്കും ഇഷ്ടം, ചിലർക്കതിൽ തിരമാലകളൊക്കെ കാണുന്നതായിരിക്കും ഇഷ്ടം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അതിനുള്ള സൗകര്യം അവിടെ ചെന്നാൽ നമുക്ക് കിട്ടുന്നതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെന്താ പറയുക, കുറേ കാഴ്ചകളൊക്കെ ഞങ്ങളിങ്ങനെ കണ്ടു, കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ നല്ല ചായയും അതുപോലെ തന്നെ വടയും ഒക്കെ കഴിച്ച് അതിന് ശേഷം നമ്മൾ നല്ലൊരു ഈവനിങ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഒഴിവ് സമയങ്ങളിലൊക്കെ പോയി നമ്മളുടെ മനസ്സിനെയൊക്കെ ഒന്ന് കൂളാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുമല്ലേ. അപ്പം നല്ല തിരമാലകൾ ശക്തി കൂടി വരുന്നുണ്ട്. അപ്പോൾ 6 മണിയൊക്കെ കഴിയുമ്പോഴത്തേന് ഭയങ്കര ശക്തിയായിരിക്കും എന്ന് അവർ പറഞ്ഞു കേട്ടോ. അവിടെയുള്ള ആൾക്കാർ ഞങ്ങളോട് പറഞ്ഞു. അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് പറ്റുന്നതുപോലെയൊക്കെ കാണുക, ആസ്വദിക്കുക. പിന്നെ എന്താ പറയുക, കടലിനെക്കുറിച്ച് എന്ത് പറഞ്ഞാലും മതി വരില്ല. അതുപോലെ നല്ല ഭംഗിയാണ്, അതുപോലെ നല്ല കാഴ്ചകളും നല്ല ഭംഗിയാണ് കേട്ടോ.
അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങൾ കാണാൻ വന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും വന്ന് വീഡിയോസൊക്കെ കാണുക. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ഒന്നും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയുമായി മറ്റൊരു നല്ല വ്ളോഗുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.